പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാന പഠന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം. ഈ 8-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ തീം യേശു ലോകത്തിന്റെ പ്രകാശമാണെന്നുള്ളതാണ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ ഫരിസേയരും നിയമജ്ഞരും കൂടെ കൊണ്ടുവരുന്ന സംഭവമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ തിരുവചന ഭാഗം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ഭാഗമല്ല. ഇത് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. 7-ാം അധ്യായത്തിൽ യേശുവിനെ ജീവജലത്തിന്റെ ഉറവയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. 8-ാം അധ്യായത്തിൽ ഈ 11-ാം വാക്യം കഴിയുമ്പോൾ ഉടനെ യേശുവിനെ ലോകത്തിന്റെ പ്രകാശമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ജീവജലത്തിന്റെ ഉറവയും ലോകത്തിന്റെ പ്രകാശവുമായ യേശുവിനെ കുറിച്ച് പറയുന്നതിനിടയിൽ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്ന വിവരണം ചർച്ചയില്ലാത്തതാണ്. എങ്കിലും ഈ വിവരണം നമുക്ക് തരുന്ന 1-2 ചിന്തകൾ സ്വീകരിച്ചിട്ട് നമുക്ക് 8-12 മുതലുള്ള ഭാഗത്തേക്ക് പോകാം. 8:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ സ്ത്രീയെക്കുറിച്ച് യേശുവിനോട് ഇപ്രകാരം അവർ പറഞ്ഞു: ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്തു പറയുന്നു? സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണെന്ന്. 6-ാം വാക്യം, മോശയുടെ നിയമം അനുസരിച്ച് ഇവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടണം. അപ്പോൾ യേശു ഇവളെ വെറുതെ വിട്ടാൽ മോശയുടെ നിയമം അനുസരിക്കുന്നില്ല ഇവനെന്ന് പറഞ്ഞ് യേശുവിനെ കുറ്റപ്പെടുത്താം. അല്ല, കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലാൻ യേശു പറഞ്ഞാൽ റോമൻ ന്യായാധിപ സംഘത്തെ, അധികാരത്തെ യേശു മാനിച്ചില്ല എന്നാകും. അതനുസരിച്ച് യേശുവിനെ കുരുക്കാൻ വേണ്ടിയാണ് ഇവർ വന്നേക്കുന്നത്. യേശു ഇത് മനസ്സിലാക്കിയിട്ട് ഒന്നും മിണ്ടിയില്ല. അവൻ കുനിഞ്ഞിരുന്ന് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഉടനെ യേശു മറുപടി പറഞ്ഞു: നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. വന്നവരെല്ലാം ഓരോരുത്തരായിട്ട് കല്ലും താഴെ ഇട്ടിട്ട് പതുക്കെ പിൻവാങ്ങി. അവസാനത്തെ ആളും പോയി കഴിഞ്ഞപ്പോൾ യേശു ശിരസുയർത്തി നോക്കി. ഈ സ്ത്രീയും യേശുവും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ യേശു ആ സ്ത്രീയോട് ചോദിച്ചു: ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു: ഇല്ല കർത്താവേ. യേശു മറുപടി പറഞ്ഞു: ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, പക്ഷെ മേലിൽ പാപം ചെയ്യരുത്. യേശു കരുണയോടെ അവളെ സ്വീകരിക്കുകയാണ്. അവളുടെ പാപത്തെ അല്ല, അവളെ. പക്ഷെ എന്നിട്ട് പറഞ്ഞു: മേലിൽ പാപം ചെയ്യരുത്. കർത്താവ് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് എറിയാൻ കൊണ്ടുവന്ന കല്ലും താഴെ ഇട്ടിട്ട് പിൻവാങ്ങുകയാണ്. അതിന്റെ അർത്ഥം അവർ ചെയ്യുന്ന പാപം തന്നെയാണ് ഈ സ്ത്രീയും ചെയ്തത്. ഇതല്ലെങ്കിൽ ഏതെങ്കിലും പാപം. നീതിമാന്മാരായിട്ടല്ല ഈ സ്ത്രീയെ വിധിക്കാൻ വന്നത്. പാപികൾ തന്നെ പാപിയെ വിധിക്കുക അത് സാധ്യമല്ല. ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം, നമ്മുടെ പാപങ്ങൾ ആദ്യം കാണണം, അത് തിരുത്തണം. എന്നാൽ മറ്റുള്ളവരെ നമുക്ക് തിരുത്താൻ സാധിക്കും. നമുക്ക് തുടർന്ന് 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് പോകാം. 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ആരംഭിക്കുന്നത് യേശുവിൻ്റെ ഒരു പ്രഖ്യാപനത്തോടെയാണ്. യേശു അവരോട് പറഞ്ഞു: ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവർക്ക് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. 12-ാം വാക്യം. 12-ാം വാക്യത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1, യേശു തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന്. 2, യേശുവിനെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. 3, യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നവർക്ക് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. എന്താണ് യേശു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇതിന് 3 പ്രധാനപ്പെട്ട അർത്ഥതലങ്ങളുണ്ട്. 1, യേശുവാണ് ലോകത്തിന് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പെടുത്തൽ നൽകിയത്. യേശു പ്രകാശമാണ് എന്ന് പറയുമ്പോൾ, വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് വെളിപാടിന്റെ വെളിച്ചം, വെളിപാടിന്റെ പൂർണ്ണതയാണ് യേശു. രണ്ടാമതായിട്ട് യേശു ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ അവിടുന്ന് നന്മ സ്വരൂപനാണ്, നന്മ പൂർണ്ണനാണ്. യേശുവിൽ ദൈവിക വെളിപാട് അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിച്ചു. യേശു സർവ നന്മ സ്വരൂപനാണ്. പിതാവിന്റെ പരിപൂർണതയിലേക്കുള്ള പാത നമുക്ക് കാട്ടിത്തരുന്നവൻ പുത്രനാണ്. മൂന്നാമതായിട്ട്
യേശു ജീവന്റെ പ്രകാശമാണ്. അതായത് നമുക്ക് ജീവൻ നൽകുന്ന ദൈവിക വെളിപാടാണ്. യേശുവിലൂടെ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. യേശുവിലൂടെ നമുക്ക് ജീവൻ ലഭിക്കുന്നു. ജീവൻ എന്ന് പറയുമ്പോൾ ദൈവിക കൂട്ടായ്മയിലുള്ള ജീവിതം, ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം, ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയിൽ ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കുന്നത് യേശുവാണ്. യോഹന്നാൻ 17:3 പറഞ്ഞിട്ടുണ്ട്, ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ദൈവിക അറിവാണ് നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കുന്നത്, നന്മയിലേക്ക് നയിക്കുന്നതും അങ്ങനെ ദൈവിക ജീവനിൽ പങ്കുകാരാക്കുന്നതും. യഥാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. അപ്പോൾ നന്മയുടെ അഭാവമാണ് തിന്മ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നന്മയിലേക്ക്, സർവനന്മ സ്വരൂപനായ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമുക്ക് ദൈവിക ജീവനിൽ പങ്കുകാരാകാം. ലോകത്തെ തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യാം. നമ്മളിൽ നന്മയുണ്ടെങ്കിൽ ചുറ്റും പ്രകാശം പരത്താം. ആ നന്മയുടെ ആധാരം ദൈവികമായ അറിവ്. അജ്ഞതയാണ് അന്ധകാരത്തിന് കാരണം. യേശുവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. യേശു എവിടെ നിന്ന് വരുന്നു? പിതാവിൽ നിന്ന്. എവിടേക്ക് പോകുന്നു? പിതാവിലേക്ക്. എന്തിനാണ് വന്നത്? ഒരു പ്രത്യേക ദൗത്യവുമായി. ലോകരക്ഷകനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. പിതാവ് അയച്ച പുത്രനാണ്. ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നെനിക്കറിയാം, എവിടേക്ക് പോകുന്നു എന്നും. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. കാരണം നിങ്ങൾ ആരും പിതാവിനെ അറിയുന്നില്ല. പിതാവിനെ അറിയുന്നില്ല, അതുകൊണ്ട് യേശുവിനെയും അറിയുന്നില്ല. ഈ അജ്ഞതയാണ് അവരുടെ തിന്മയ്ക്ക്, പാപത്തിന് അടിസ്ഥാന കാരണം. യേശുവിനെയും യേശുവിനെ അയച്ച പിതാവിനെയും അറിയുന്നില്ല, വിശ്വസിക്കുന്നില്ല, അവരെ സ്നേഹിക്കുന്നില്ല. ഇതാണ് അവരുടെ തിന്മയ്ക്ക് കാരണം. 16-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ യേശുവിൻ്റെ വാക്കുകൾ സാക്ഷ്യം നൽകുന്നു, പിതാവും സാക്ഷ്യം നൽകുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കണ്ടു, യേശു തന്നെ എടുത്തു പറയുന്ന 7 സാക്ഷ്യങ്ങൾ. 1 യേശുവിൻ്റെ തന്നെ വാക്കുകൾ, 2 യേശുവിൻ്റെ പ്രവൃത്തികൾ, 3 യേശുവിന് മറ്റൊരാൾ സാക്ഷ്യം നൽകുന്നു. എനിക്ക് സാക്ഷ്യം നൽകുന്ന മറ്റൊരാളുണ്ടെന്ന് പറയുന്നത് ആരെയാണ്? പരിശുദ്ധാത്മാവിനെ. വീണ്ടും പിതാവ് യേശുവിന് സാക്ഷ്യം നൽകുന്നു. 5-മതായിട്ട് യേശുവിൻ്റെ പ്രവൃത്തികൾ സാക്ഷ്യം നൽകുന്നു. 6 സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം, 7 മോശയുടെ സാക്ഷ്യം. ഇങ്ങനെ 7 സാക്ഷ്യങ്ങൾ 5-ാം അധ്യായത്തിൽ യേശു തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ് എന്നെ അയച്ച എൻ്റെ പിതാവ്. യേശു എന്നെ അയച്ച എൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. 1 യേശുവിന് പിതാവുമായിട്ടുണ്ടായിരുന്ന ഗാഠബന്ധം. 2 ഒരു പ്രത്യേക ദൗത്യവുമായി പിതാവ് എന്നെ അയച്ചു എന്ന ദൗത്യബോധം. ഈ ദൗത്യബോധം ഒരിക്കലും യേശുവിനെ വിട്ടുപിരിഞ്ഞിരുന്നില്ല. ഫരിസേയരും നിയമജ്ഞരും കൂടെ അപ്പോൾ അവനോട് ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യേശുവിനെ അറിയുന്നവർ പിതാവിനെ അറിയുന്നു, പിതാവിനെ കാണുന്നവർ യേശുവിനെയും കാണുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ല. യേശു രഹസ്യമായിട്ടല്ല ഇതൊന്നും പഠിപ്പിച്ചത്, പരസ്യമായിട്ടിരുന്ന് തന്നെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടും അവനെ ആരും പിടിച്ചില്ല. യേശുവിനെ പിടികൂടാൻ അവർക്ക് കഴിഞ്ഞില്ല, കാരണം എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. പിതാവ് നിശ്ചയിച്ച സമയം, യേശുവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തേണ്ട സമയം ഇനിയും സമാഗതമായിട്ടില്ല. പിതാവ് നിശ്ചയിച്ച സമയമാകുമ്പോൾ മറ്റുള്ളവർക്ക് യേശുവിനെ പിടികൂടാൻ പറ്റും.
പിതാവ് അനുവദിക്കാതെ ആർക്കും അവൻ്റെ മേൽ ഒരു അധികാരവുമില്ല. ദൈവത്തെ അറിയാനും ശരിയായ സത്യ വെളിച്ചത്തിലേക്ക് വരാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഉത്തമ മാർഗം യേശുവാണ്. യേശുവിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാട് വിശ്വസിച്ച് ആ വിശ്വാസത്തിൻ്റെ പാതയിൽ മുന്നേറണം. അപ്പോൾ നമുക്ക് വിശ്വാസ വെളിച്ചത്തിലൂടെ ഈ വെളിപാടിൻ്റെ വെളിച്ചത്തിലേക്ക് വരാം. അതുവഴി യേശുവിനെ അറിയാം, പിതാവിനെയും അറിയാം. 8-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. 21 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. യഹൂദരും യേശുവും തമ്മിലുള്ള വാഗ്വാദവും യേശുവിൻ്റെ ആധികാരികമായ വെളിപ്പെടുത്തലും. ഇതാണ് 21 മുതൽ 59 വരെയുള്ള തിരുവചന ഭാഗത്തിന്റെ ഉള്ളടക്കം. 21-ാമത്തെ വാക്യം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, എന്നാൽ നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷേ അപ്പോൾ കണ്ടെത്തില്ല എന്നാണ്. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന് അവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. അതായത് നിങ്ങൾ ഭൗമികരാണ്, ഞാൻ ഉന്നതത്തിൽ നിന്ന് വന്നവൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ യേശു. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. എല്ലാ പാപങ്ങൾക്കും അടിസ്ഥാന കാരണം യേശുവിൽ വിശ്വസിക്കാത്ത, യേശു ദൈവപിതാവിൽ നിന്ന് വന്ന യഥാർത്ഥ ദൈവപുത്രനാണ് എന്ന് അംഗീകരിക്കാത്തത് കൊണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് മാത്രം ഞാൻ ലോകത്തോട് പറയുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നവരുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടായിരിക്കും. അവിടുത്തെ കരം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. യേശു ഇത് പറഞ്ഞപ്പോൾ അനേകർ യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ യഹൂദർ വിശ്വസിച്ചില്ല. 31 മുതലുള്ള വാക്യങ്ങളിൽ യേശു ശക്തമായ ഭാഷയിൽ യഹൂദരോട് വീണ്ടും സംസാരിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നാൽ മാത്രം പോരാ, യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കണം. അഥവാ വിശ്വാസത്തിൽ നിലനിന്ന് വചനമനുസരിച്ചുള്ള ജീവിതത്തിൽ വളരണം. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് എന്ന് ആദ്യം പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. 31, 32 വാക്യങ്ങളിൽ യേശു 2 കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഒന്ന്, യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അവിടുത്തെ വചനത്തിൽ നിലനിൽക്കണം. 2, അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുന്നവരെ സത്യം സ്വതന്ത്രരാക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ സത്യം എന്നത് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവിക യാഥാർത്ഥ്യമായ യേശുവിലൂടെയുള്ള വെളിപാട്. വചനമാണ് സത്യമെന്ന് യോഹന്നാൻ 17:17 പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങയുടെ വചനമാണ് സത്യം. വചനത്തിലൂടെയാണ് ദൈവിക വെളിപാട് നമുക്ക് ലഭിക്കുന്നത്. ഈ വചനത്തിലൂടെയുള്ള വെളിപാട് സ്വീകരിച്ച് അതിൽ നിലനിൽക്കണം, അഥവാ അതനുസരിച്ച് ജീവിക്കണം. അപ്പോഴാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമ. അപ്പോൾ യേശു പറഞ്ഞത് പാപത്തിന്റെ അടിമകളായ വ്യക്തികളെ കുറിച്ചാണ്. നിങ്ങൾ പാപത്തിന്റെ അടിമകളാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രൻ ഭവനത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കും. അപ്പോൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. യേശുവിനെ അറിഞ്ഞ്
യേശുവിൽ വിശ്വസിച്ച് ആ അറിവിൽ വളരുമ്പോൾ, നിലനിൽക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും. തുടർന്ന് യേശു പറഞ്ഞു, നിങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. ആദ്യം യേശു പറഞ്ഞു, എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ദൈവിക വെളിപാട് സ്വീകരിച്ച് ദൈവത്തെ കണ്ടും കേട്ടും വളരണം. നാം വചനത്തിൽ നിലനിൽക്കണം. വചനം നമ്മളിൽ വസിക്കുകയും വേണം. യേശുവിലൂടെയുള്ള ദൈവിക വെളിപാട് സ്വീകരിച്ച് ദൈവത്തെ കണ്ടും കേട്ടും അറിഞ്ഞ് വചനമനുസരിച്ച് ജീവിക്കണം. അപ്പോൾ നാം വചനത്തിൽ നിലനിൽക്കും. അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഇങ്ങനെയാണ് യഥാർത്ഥ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുന്നത്. വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ മാത്രം പോരാ, നാം വചനത്തിൽ നിലനിൽക്കണം. വചനം നമ്മിൽ വസിക്കുകയും വേണം. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ പറഞ്ഞു, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. 39 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാത്തിന്റെ മക്കളാണെങ്കിൽ അബ്രഹാത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ നോക്കുന്നു. അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്താനങ്ങളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം ഞങ്ങളുടെ പിതാവ്, അബ്രഹാത്തിന്റെ സന്തതികൾ ഞങ്ങൾ. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. വചനം നിങ്ങളിൽ വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദി മുതൽ കൊലപാതകിയാണ്. അവനിൽ സത്യമില്ല. അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാൻ നിങ്ങൾ പിശാചിന്റെ സന്തതികളാണെന്ന്. അവൻ നുണയനാണ്, നുണയുടെ പിതാവുമാണ്. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്കെന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ആ സത്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരായിരുന്നെങ്കിൽ പുത്രൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. യഹൂദർ പറഞ്ഞു, 48 മുതലുള്ള വാക്യങ്ങൾ, നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല. ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹാത്തേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്കിനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രഹാത്തെ കണ്ടുവന്നോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ കല്ലെറിയാൻ കല്ലുകൾ എടുത്തു. വിശ്വാസമില്ലാതെ ലോക അരൂപിക്കൊത്ത് ജീവിക്കുന്നവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം, 8-ാം അധ്യായത്തിൽ യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്, വെളിച്ചമാണെന്ന് പ്രഖ്യാപിച്ച ശേഷം
ഒരു വലിയ പ്രഭാഷണം. ഈ പ്രഭാഷണം യേശു ലോകത്തിന്റെ പ്രകാശമാണെന്ന് സ്ഥാപിക്കുന്നതാണ്. സുദീർഘമായ ഒരു പ്രഭാഷണം. നമ്മൾ യേശുവിനെ ജീവജലത്തിന്റെ ഉറവയായി കണ്ടു, ജീവന്റെ ദാതാവായി കണ്ടു, ലോകത്തിന്റെ പ്രകാശമായി കണ്ടു, നമ്മെ വിധിക്കുവാനുള്ള അധികാരം പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന പുത്രനായി കണ്ടു. അവൻ അബ്രഹാത്തിനു മുമ്പുള്ളവൻ. അബ്രഹാത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞേക്കുന്നെങ്കിലും അവൻ അബ്രഹാത്തിനും മുമ്പുള്ളവനാണ്. പ്രിയമുള്ളവരെ, ദൈവീക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം നമ്മുടെ ആന്തരിക നയനങ്ങളെ തുറന്നു തരാൻ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിരന്തരമായ വചനധ്യാനത്തിലൂടെ ദൈവിക വെളിപാടിൻ്റെ രഹസ്യം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഉൾവെളിച്ചമുള്ളവരായി സ്വർഗീയ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുന്നവരായി മാറാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.